ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിരിക്കുന്നു. അപ്പോൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഒരു കപ്പ ലഡുവാണ്. ഇത് ഉണക്കക്കപ്പ വറുത്ത് പൊടിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. ഒത്തിരി നല്ല ടേസ്റ്റിയാണ്, എന്നാൽ ഈസിയാണ് ഉണ്ടാക്കാവുന്നത്. പിള്ളേർക്കൊക്കെ ഒത്തിരി ഇഷ്ടമാവും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ ഫീഡ്ബാക്കും അറിയിക്കണേ. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങൾക്കൊക്കെ കപ്പ ഇഷ്ടമാണല്ലോ അല്ലേ? എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡെന്ന് വെച്ചാൽ കപ്പയും ബീഫുമാണ്. കപ്പപ്പുഴുക്കും ബീഫ് കറിയും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ്. അതാണ് ഈ കപ്പ വെച്ചിട്ടുള്ള എന്തെങ്കിലും കിട്ടുവാണെങ്കിൽ ഞാൻ ഉണ്ടാക്കും എന്താണേലും. അപ്പോൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന കപ്പയാണിത്. അത് ഞാൻ വറുത്ത് പൊടിച്ചിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ കപ്പ. ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ പച്ചക്കപ്പ ഇതേ ആകൃതിയിൽ നീളത്തിൽ ഉണക്കി എടുത്തു വെക്കുന്നതാണ്. അതിപ്പോൾ നമുക്ക് കുറേ നാളത്തേക്ക് എടുത്തു വെക്കാണ്ടി പറ്റും. അത് നമുക്ക് ഏത് കപ്പ പുഴുക്കായിട്ട് ഉണ്ടാക്കാണ്ടി പറ്റും. ഇതുപോലെ വറുത്ത് പല സാധനങ്ങളും ഉണ്ടാക്കാനും പറ്റും. അപ്പോൾ ഇതുപോലെ ഒരു പാത്രത്തിൽ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. എണ്ണ നന്നായി ചൂടായതിന് ശേഷം മാത്രമേ അതിലേക്ക് കപ്പ ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. എൻ്റെ എണ്ണ നന്നായിട്ട് ഞാൻ ചൂടാക്കിയിട്ടുണ്ട്. ഇനി അത് അതിലേക്ക് ഇട്ട് കൊടുക്കട്ടെ. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഞാൻ ഈ എടുത്തു വെച്ച കപ്പ 2 പ്രാവശ്യം വറുത്തെടുക്കാൻ മാത്രമുണ്ട്. അപ്പോൾ അത് 2 പ്രാവശ്യമായിട്ട് ഞാൻ വറുത്തെടുക്കട്ടെ. അപ്പോൾ ഇതൊരു ബ്രൗണിഷ് കളർ ആവുന്നിടം വരെ വറുത്തെടുക്കണമെങ്കിൽ അതിന് ടേസ്റ്റ് കിട്ടുള്ളൂ. എന്നാൽ ഒത്തിരി കരിയാനും പാടില്ല. അപ്പോൾ എൻ്റെ കപ്പ നന്നായിട്ട് വറുത്ത് വന്നിട്ടുണ്ട്. ഞാനതൊന്ന് കോരി വേറെ ഒരു പാത്രത്തിലേക്ക് മാറ്റാൻ പോവുകയാണ്. അപ്പോൾ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ അത് നന്നായിട്ട് തണുത്ത് കഴിയുമ്പോൾ, എന്ന് വെച്ചാൽ ഒത്തിരി ചൂട് പോകാൻ വേണ്ടി പാടില്ല, ചെറുതായിട്ടൊന്ന് തണുത്ത് കഴിയുമ്പോൾ അത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. അതോടൊപ്പം തന്നെ ഞാൻ കുറച്ച് ഏലക്കയും കൂടി ഇതിൻ്റെ കൂടെ ഇടുന്നുണ്ട്. ഏലക്ക നമ്മൾ രണ്ടാമത് പൊടിച്ചിടുന്നതിലും നല്ലത് ഇതിൻ്റെ കൂടെ തന്നെ അടിച്ചെടുക്കുന്നതാണ്. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഈ കപ്പ നന്നായിട്ട് പൊടിഞ്ഞ് വന്നിട്ടുണ്ട്. നല്ല പൗഡറിൻ്റെ പോലെ പൊടിച്ച് ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി അത് ബാക്കി എല്ലാ ഇൻഗ്രീഡിയൻസും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി കശുവണ്ടി പരിപ്പും മുന്തിരിയും ഞാൻ നെയ്യിലാണ് വറുത്തെടുക്കുന്നത്. നെയ്യിൽ വറുത്തെടുക്കുമ്പോൾ എപ്പോഴും നമുക്ക് ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുന്ന അതേപോലെ തന്നെ അതേ ഒരു ടേസ്റ്റോട് കൂടി നമുക്ക് കഴിക്കാൻ പറ്റും. ഇനി വറുത്തെടുത്ത കശുവണ്ടി പരിപ്പ് മുന്തിരി ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കാൻ പോവുകയാണ്. എൻ്റെ അടുത്തുള്ള നല്ല ശർക്കര ആയതുകൊണ്ട് അതിൽ കല്ലൊന്നുമില്ല. നിങ്ങളതൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാൻ. കാരണം കല്ലുണ്ടെങ്കിൽ അത് പിന്നീട് നമ്മൾ ഈ ലഡുവിൽ നമ്മൾ കടിക്കുന്ന സമയത്ത് അതും കൂടെ കൂടി കടിച്ചു പോകും. അപ്പം ഉരുക്കുന്ന സമയത്ത് നല്ല അല്ല എങ്കിൽ അതൊന്ന് ഫിൽറ്റർ ചെയ്തെടുക്കാണ്ട് നോക്കണേ. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. അതോടൊപ്പം ഈ ചൂടോടെ കൂടെ തന്നെ അത് ലഡു ഷേപ്പാക്കി എടുക്കാണ്ട് നോക്കണം. അല്ലെങ്കിൽ നല്ല ഷേപ്പിൽ കിട്ടില്ല, നമ്മൾ ഉദ്ദേശിച്ച ഷേപ്പിൽ കിട്ടില്ല. നല്ലപോലെ റൗണ്ട് ചെയ്ത്, പിന്നെ നമ്മൾ വീട്ടിൽ തന്നെ കഴിക്കുന്ന ആയതുകൊണ്ട് അധികം നല്ല ഷേപ്പിൻ്റെ ഒന്നും ആവശ്യമില്ല. എങ്കിലും ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഭംഗിയോടുകൂടി കിട്ടണമെങ്കിൽ അത് ചൂടോടുകൂടി തന്നെ പിടിച്ചെടുക്കാണ്ട് നോക്കുക. ഇനി ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കാൻ പോകുന്നത് തേങ്ങയാണ്. നിങ്ങൾക്ക് തേങ്ങ ഇല്ലാണ്ടും ഈ ലഡു റെഡിയാക്കാവുന്നതാണ്. ഞാനിതിലേക്ക് തേങ്ങ ഇടുന്നുണ്ട്. അപ്പോൾ അതിന് കുറച്ചുകൂടി ഒരു ടേസ്റ്റ്, എനിക്ക് ആ ടേസ്റ്റ് ഇഷ്ടമാണ്. അപ്പം നിങ്ങൾ അങ്ങനെയും ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്.
ഞാനിത് ചൂടോടുകൂടി തന്നെ പിടിച്ചുകൊണ്ട് നല്ല ഷേപ്പിൽ കിട്ടിയിട്ടുണ്ട്. മാത്രമല്ല നല്ല ടേസ്റ്റുമാണ്. ആ നട്ട്സും പിന്നെ ഉണക്കമുന്തിരിയും തേങ്ങയും അതിൻ്റെയൊക്കെ ടേസ്റ്റ് ഒത്തിരി നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കപ്പയുള്ളവരെല്ലാം ട്രൈ ചെയ്ത് നോക്കണേ. നാട്ടിലൊക്കെ ഉള്ളവർക്കൊക്കെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഞാനിത് നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന് ഇവിടെ വന്നിട്ട് അത് ചെയ്തതാണ്. എങ്കിലും ഒത്തിരി നല്ല ടേസ്റ്റോട് കൂടി കഴിക്കാൻ പറ്റി. അപ്പോൾ എല്ലാവരും വാച്ച് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലെ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്